രാവിലെ 9 മണി. എനിക്കൊരു പ്രശ്നമല്ല, ഞാനാ ചെയ്ത മാഹിറിനാണ് പുറത്താക്കുക. മാഹിറിന് പ്രശ്നമില്ലാതെ മാഹിറാണ് തീരുമാനിച്ചാൽ മതിയോ? രാവിലെ 10:30. ഹലോ, നിങ്ങളറിയോ? മുന്നേ അറിയോ? ആണോ? പേര് ഇപ്പോൾ എവിടോ ഇതുണ്ടോ, സീരിയൽസ് ചെയ്തിട്ടുണ്ടായിനോ? അല്ല, ഞങ്ങളെ പുറത്തുള്ള ഇതെങ്ങനെ ആൾക്കാരുടെ റിയാക്ഷനൊക്കെ അല്ല ചോദിച്ചെന്നുള്ളൂ. കുഴപ്പമില്ല, നമുക്കവിടെ ഇവിടെ ഇരിക്കാം. ബാ ബാ. വൈകുന്നേരം 4:30. എന്ത് ഇത് കണ്ടിട്ട് എന്താ തോന്നണേ? അറിയില്ല. എന്നിട്ട് ബിഗ് ബോസിന്റെ റോളാണോ ഇവിടെ എല്ലാരും ചെയ്യണേ? അതേപോലെയാണോ ചെയ്യണേ? എനിക്ക് എന്ത് കുശുമ്പോ, എനിക്ക് പണി അവിടെ പോയിട്ടോ. ഞാൻ എന്ത് പറഞ്ഞോ? പോയത് ഇടണ്ട. ഇവിടെ എല്ലാവരും രാവിലെ നേരം വെളുത്താൽ മേക്കപ്പ് ഇടും. പിന്നെ എനിക്ക് മാത്രം എനിക്ക് എന്ത് ഇത്ര കുശുമ്പ്? സ്ക്രീൻ സ്പേസ് കിട്ടാനാണെങ്കിൽ അവിടെ വീട്ടിൽ പോയിട്ടിട്ട് അവിടെ ചെല്ലി. ഇവിടെ എഴുതിക്കണോ ലേഡീസ് ഓൺലി ഉണ്ടോ? അതുമേ ഇല്ലല്ലോ. എവിടുത്തെ റോള്? ആൺകുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റൂല എന്ന് എവിടുത്തെ റോള്? ഉറങ്ങിയില്ലേ? കണ്ടു ഞാൻ കണ്ടു. ഉറങ്ങിയോ? ഉറങ്ങിയില്ലേ? രാവിലെ എന്നെ ചൊറിയാൻ വന്നു. ഇപ്പൊ ഉറങ്ങിയില്ലേ? പിന്നെ തൊട്ടോ ബിഗ് ബോസ് ഭയങ്കര ഫിസിക്കൽ അസോൾട്ടാണ്. പിടിച്ച് പുറത്താക്കിയതിനെ അപ്പോ അല്ലാണ്. എന്തൊരു സ്നേഹം. നാളെ ഉണ്ടാവണം. അതുകൊണ്ടാ പറഞ്ഞേ. ഇവിടെ 2 കൂട്ടാനല്ലേ ഉള്ളൂ, ബീഫൊന്നുമില്ല. ബിഗ് ബോസ് ആണ്. ഇത്ര തന്നെ കിട്ടിയത് ഭാഗ്യം നിൽക്കും. എന്തായാലും ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായില്ല. ഞങ്ങളിഷ്ടം എന്റെ ഇഷ്ടമല്ല. നിങ്ങളെ കച്ചറൊന്നും നിർത്തിക്കൂടെ? അത് ഞങ്ങളെ ഇഷ്ടം. ഞങ്ങൾ എന്തേലും എത്ര ഉപ്പ് ഉണ്ടാക്കിയേ? ഞാന് ഇനി മുതലിച്ചുണ്ടാകണ്ട. അതന്നെ കേറിക്കോ. കിച്ചണിൽ കഴിച്ചിട്ട് നേരെ കിച്ചണിൽ കേറിക്കോ. പുലർച്ചെ 2 മണി. ഇക്കുനെ കാണാല്ലേ നമുക്ക്? ഇക്കു എന്തെങ്കിലും നമ്മളെ സാധനങ്ങൾ എടുക്കും. പോയി നോക്കിയാലോ? എടുക്കല്ല ചെയ്യാം. ഇക്കു എന്തെങ്കിലും അതുകൊണ്ട് കാട്ടുണ്ടാവും. അല്ലാതെ ഇക്കുനെ കാണണ്ടല്ലേ. നമുക്ക് അന്ന് പോയി നോക്കാം. ഓളെ വിളി. ഇക്കുൻ്റെ അടുത്ത് പോവാ. പോരെ, ഞമ്മക്ക് പോവാ. മുണ്ടാ പൂച്ച. എന്ത് വായിങ്ങോട്ട് നോക്ക്.
വേണ്ട കുടിക്കങ്ങോട്ട് തക്കാളി ഉണ്ടല്ലോ അവിടെ. ഇല്ല ഞാൻ നോക്കിയതാ. തക്കാളിക്കള്ള തക്കാളിക്കള്ള. എല്ലാവരും കള്ളന്മാരായി. ഒരു കള്ളത്തി. നമ്മൾ ബിഗ് ബോസ് ഹൗസിക്ക് വയൽക്കാട് എൻട്രിയിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഓരോരുത്തർ വിളിച്ചോണ്ടാ ആരും മിക്ക് വലിച്ചോണ്ട്. അല്ല, ബിഗ് ബോസ് ഓരോരുത്തരായിട്ട് പോകണോ അതോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത്? എല്ലാവരും ഒരുമിച്ച് പോയിക്കോളും. ഇതെന്താണ്? ഹായ്, പേരെന്താ? സ്ഥലമില്ലാത്ത അങ്ങോട്ട് മാറിക്ക്. പേര്? അഹങ്കാരിയാണ്. പേര്? അശ്വിൻ. സ്ഥലം? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? വെറുതെ അല്ല, അങ്ങനെ മാറിക്ക്. പേരെന്താ? മാഹിർ. എവിടെ സ്ഥലം? എവിടെ? നിങ്ങളൊക്കെ ചളിയാലേ. വൈൽഡ് കാർഡ്സ് മൊത്തം ഹലോ ബിഗ് ബോസ് വന്ന വൈൽഡ് കാർഡ്സ് മൊത്തം ചളിയാണെന്ന് തോന്നുന്നു. അനക്കില്ല പണി ഞാൻ തരുന്നുണ്ട്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇവിടെ നമ്മൾ അടുത്ത ആഴ്ച കിച്ചൺ കയറുന്ന അന്നൊക്കെ നമുക്ക് ഫുഡ് തന്നെയാണ്. എന്തായാലും കോളം വയറ് മാത്രം നിറച്ചാൽ മതി, വേറൊന്നും നടക്കണ്ട. എന്നിട്ട് ഒടുക്കത്തിൽ അഭിനയം കരച്ചിലും ഒന്നുമില്ല, വെറുതെ പറയേ. ഇത് കൂട്ടണം, കൊറേ നേരായി കാത്തുക്കണം. കുറച്ചും കൂടി ഇട്ട്. ഇവിടെ എല്ലാവർക്കും നേരത്തെ വന്നിരിക്കും. നേരത്തെ കുറച്ച് തോനെ കൊടുക്കും. അങ്ങനെ ഇവിടെ ബിഗ് ബോസിന്റെ റോൾസ് ഉണ്ടോ? എനിക്ക് 2 സ്പൂൺ കിട്ടിയില്ലേ? എനിക്ക് 2 സ്പൂൺ. ഇവിടെ നിനക്ക് മാത്രം ഇത് ഫുഡ് ഇടുന്നില്ലേ? പറയുമ്പോ കൊടുത്തൂടെ? വെറുതെ തല്ലൂടേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ നേരത്തെ വന്നിട്ടാ അതെടുത്തിട്ട് കൊടുത്തൂടാ? ഇല്ലല്ലോ. ഇപ്പൊ ഫുഡ് കഴിച്ചുമ്പോൾ തല്ലെന്നെ ഉള്ളു. തല്ലില്ലാതെ ഫുഡ് നമ്മൾ കഴിച്ചിട്ട് തന്നെ അല്ല. എന്താണ് സംഭവം? എന്താ സംഭവം? പറയണ്ട. എനിക്കറിയാത്ത പുതിയ പ്രശ്നം എന്താ ഇവിടെ? അത് പറയാൻ പറ്റൂല. അത് പറഞ്ഞൊരവസ്ഥയാണ്. പ്രശ്നം ഉണ്ടായിക്കണേ ഇപ്പളാ? എന്താ പ്രശ്നം? ഞങ്ങൾക്ക് എല്ലാവർക്കും 2 സ്പൂൺ ചോറിട്ട് തന്നു. ഇക്കുക്ക് മാത്രം എന്തോ 1 സ്പൂൺ ഇട്ട് കൊടുത്തു. അതിനെന്താ ഇവിടെ തല്ലുണ്ട്? നേരത്തെ വന്നില്ല വെച്ചിട്ട് അങ്ങനെ നിയമമുണ്ടോ? അങ്ങനെ നിയമമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കിച്ചൺ ക്യാബിന് സമയത്ത് എല്ലാരും നേരത്തെ എത്തണം. ഇല്ലെങ്കിൽ ഫുഡ് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം നിക്കേ. ഇപ്പൊ വലിയ വർത്താനം പറഞ്ഞു. ഇപ്പൊ വലിയ വർത്താനം. 2 സ്പൂൺ കൊടുത്ത് കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞാൽ എങ്ങനെ തിന്നു? ഇങ്ങനെ തിന്നു എന്തിയെ? അങ്ങനെ നിങ്ങളെങ്ങനെ ചോറില്ലെങ്കിൽ ഉണ്ടാക്കണം. കിച്ചണിൽ നിങ്ങൾ എന്തിനാ പിന്നെ നിക്കണത്? കഴിഞ്ഞ ആഴ്ച ഇവിടെ അല്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് എല്ലാവരും വന്നത്. കഴിഞ്ഞ ആഴ്ച നേരത്തെ എന്ത് ചെയ്യും? ഇപ്പൊ വന്നിട്ട് വലിയ വർത്താനം പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങളും കിച്ചണിലായപ്പോ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. പിന്നെ വലിയ വർത്താനം പറഞ്ഞിട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. മേത്തേക്ക് എടുക്കുക. എന്ത് മേത്തേക്ക് എന്ത് ചെയ്യും? എന്ത് നിർത്തണു? മേത്തേക്ക് കേട്ടോ. റോളിവിടെ ആരും ഉണ്ട്. അന്ന് കഴിഞ്ഞ ആഴ്ച ചെയ്തോ? കഴിഞ്ഞ ആഴ്ച റോള് ബുക്ക് ചെയ്തതായിട്ട് ചെയ്ത് വർത്താനം പറയാൻ നിൽക്കട്ടെ. അവനെ പിടിച്ചുകൊണ്ടോ? വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് ഹൗസ് സീസൺ 7. അപ്പോൾ എവിക്ഷനാണ്. അപ്പോൾ ഓരോരുത്തരുടെ സ്ഥലത്ത് നിന്നിട്ട് 2 ആൾ വെച്ച് നോമിനേറ്റ് ചെയ്യുക. ആർക്കൊക്കെ വോട്ട് കൂടുതലുള്ള ആൾക്കാർ ഈ ആഴ്ച എവിക്ഷനിലുണ്ടാവും. അപ്പോൾ ലീന തുടങ്ങിക്കോ. ഞാൻ ഒന്നാമത് ദിയ എല്ലാ സാധനങ്ങളും എടുത്തു കൊണ്ടുകൊണ്ട് ഇവിടെ പല സാധനങ്ങളും കാണാനില്ല. അതുകൊണ്ട് ഞാൻ ദിയനെ. പിന്നെ മിന്നു ഓളും ഇതേമാതിരി തന്നെ 2 ആളും എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. ഞാന് 3 ആളെ വെക്ട് ചെയ്യാൻ പറ്റുമോ? 2 ആൾ. 3 ആളെ പറയുകയാണെങ്കിൽ 3 ആളുണ്ടായിരുന്നു. ഞാൻ വെക്ട് ചെയ്യാൻ പോണത് മിസ്റ്റർ മാഹിർ. അച്ചടക്കെന്ന് പറഞ്ഞ സാധനമല്ല. ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഒരു ഗെയിമിലാണെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു അച്ചടക്കമില്ലാത്ത ഒരാള്. പിന്നെതാ രണ്ടാമത് അതേ
വലത്ത് വെച്ച് പൂട്ടാ. അശ്വിൻ ഇവനും ഇതേമാതിരി തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞ എല്ലാത്തിനും. കണ്ടില്ലേ അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ അതിന്റെ വൃത്തിക്ക് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കലില്ല. പിന്നെ ഇവന് ചില സമയത്ത് കുഴപ്പമില്ല. സോറി ഇതിലാരെ ഇഷ്ടമില്ലാത്ത രണ്ടാളെ ഇഷ്ടമില്ലാത്ത പറയും. സച്ചും പിന്നെ കാക്കും. എന്താ കാര്യം? ഓല് നാള് ഞങ്ങൾ സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചു. ഒന്ന് സച്ചു ഒന്ന് വാവ. രണ്ടാളും എപ്പോഴും കുത്തി മറിഞ്ഞ് എപ്പോഴും തല്ലുണ്ടാക്കിയാണ്ട് നടക്കും. ഞാന് വാവയും ഫിദും ഓലെപ്പോഴും വികൃതി കാട്ടിക്കൊണ്ടാണ്. ഒന്ന് ആപ്പ എപ്പോഴും തൊള്ള കൂടാതെ ഞങ്ങൾ ചീത്ത അറിഞ്ഞാണ്ട് മറ്റേ മറിച്ചത് വീർപ്പിക്കാണ്ട് നടക്കുക. എന്താ കാര്യം പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും വർത്താനം പറയുകയാണെങ്കിലും വന്നാണ്ട് ഡ്രസ്സൊക്കെ മേത്ത് കിട്ടാണ്ട് അതൊക്കെ വലിച്ചു വാരി എറിഞ്ഞാണ്ടൊക്കെയാണ് മിന്നു വെറുപ്പിച്ചാലും ഞാൻ എന്തെങ്കിലും ഒന്ന് വർത്താനം പറയാ എന്തെങ്കിലും അവള് കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ചെന്നാണ്ട് ആരോടെങ്കിലും മൂട്ടി കൊടുക്കും. അതാണ് അവളെ പ്രശ്നം. ഒന്ന് ഇക്കു തക്കാളി മോഷ്ടിച്ച പിന്നെ ഒന്ന് റൂൾസ് തെറ്റിച്ച മേക്കപ്പ് ഇടുക അതൊക്കെയാണ് ഇക്കുവിന്റെ പ്രശ്നം. മേക്കപ്പ് ഇടല് തെറ്റല്ല. മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ സാധനങ്ങളൊക്കെ അവിടെ കൊടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മളെന്തായാലും പറഞ്ഞാൽ അതിന് തിരിച്ചാണ്ട് എന്തെങ്കിലും പറഞ്ഞാല് സാധനങ്ങളൊക്കെ ആരുടെയും എടുത്തേക്ക. ഞാൻ നോമിനേറ്റ് ചെയ്യണ ഇക്കുവിനെ തന്നെയാണ്. ഒരു സംശയമില്ല. കാരണം എന്താ ഞങ്ങൾ ഇനി എന്തേലും ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റി അപ്പൊ തെറി വിളിച്ചു തുടങ്ങും. അതാണ് ഇല്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തെളിയിക്കണം. എനിക്ക് മനസ്സിലായില്ലേ? പിന്നെ ചെയ്യാ ഞങ്ങൾ എന്താ പറയണു അതൊക്കെ കൊണ്ടേ മൂട്ടി കൊടുക്കും. ഇതിന്റെ സ്വഭാവം തന്നെയാണ്. ഇജ് ഒന്നെങ്കിൽ ഉറച്ച തീരുമാനത്തിൽ നിൽക്കണം. 2 തോണിയിലപ്പം കാലത്തിക്കണേ ജോലപ്പം കൂടിങ്ങാണ്ട് എന്താ പറയുക എന്നെ നോമിനേറ്റ് ചെയ്തു. ശരിക്കും എനിക്ക് എന്നോട് പേഴ്സണലായിട്ട് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? എന്ത് കാരണം എന്താ? ഞാൻ എന്തെങ്കിലും കാറ്റയച്ചാൽ എന്നപ്പോ ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യാ എല്ലാരോടും പറയാ അങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ട്. വേറെ കുറെ എന്താ പറയണേ 2 തോണിയിൽ കാലിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഇജ്. അതിലെ പെട്ട ഒന്നാപ്പ ഞാനിങ്ങനെ ഇജ് പിന്നെയും കുറച്ചൊക്കെ ഓക്കെയാണ്. എനിക്ക് ഏറ്റവും തീരെ ബാഡായിട്ട് തോന്നിയത് എനിക്ക് ഇവനാണ്. കണ്ടോ എപ്പോഴും ഫിസിക്കൽ അസാൾട്ട്. ഇജ് കേട്ടോ ബിഗ് ബോസ് ഈ വീട്ടിൽ നിന്ന് ആദ്യം വേണ്ടത് ഞാനല്ല. ആദ്യം ഇവനാണ് ആദ്യം പുറത്താക്കേണ്ടത്. ബിഗ് ബോസ് ഇവരെല്ലാവരും ഗ്യാങ് ആയിട്ട് ഇന്നെ ഒറ്റപ്പെടുത്താണ്. വൈകിട്ട് 6 മണി. അടുത്ത കളിക്ക് മറ്റു ഓളെന്താ അറിയാവൂ അത് കാര്യമൊക്കെ ഉണ്ട്. വോട്ടിട്ടല്ലേ പുതിയ ഇടവാണ് ആ പ്ലാച്ചിന് ആ പേപ്പിന് പോടുന്നു. ഓളെ പ്ലാച്ചി വോട്ടിട്ടല്ല ഓരോ അടവുകളും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടി വഞ്ചു വാ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് ഹൗസ് സീസൺ 7. എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് വരിക. അച്ചടക്കല്ലാതെ പെരുമാറിയ 2 കണ്ടസ്റ്റൻസ് ആണ്. ഒന്ന് ഫിദും ഒന്ന് എല്ലാവരും കഴിഞ്ഞ ആഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? വെരി മച്ച് സൂപ്പർ അല്ല സത്യം പറഞ്ഞാൽ ഗാർഡൻ ഏരിയയിൽ ഞങ്ങൾക്ക് നിക്കണില്ലേ അത് കഴിഞ്ഞ ആഴ്ച നിങ്ങള് പറഞ്ഞത് കേൾക്കാത്തോണ്ടും ടാസ്കുകള് ഒരു അച്ചടക്കമില്ലാതെ ചെയ്തതുകൊണ്ടും നിങ്ങൾ കുറച്ചു നേരം പണിഷ്മെന്റ് ആയിട്ട് നിർത്തിയതാണ്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലിവിംഗ് ഏരിയക്ക് പോവാം. ആരെയും കഴിഞ്ഞ ആഴ്ചക്കത്തെ ക്യാപ്റ്റൻ? അല്ല കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് നമ്മള് ഗെയിം ചെയ്തപ്പോ അതാകെ കൊളാവാണ് ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റന് തെരഞ്ഞെടുക്കാൻ പറ്റാത്തോണ്ട് കഴിഞ്ഞ ആഴ്ചയില് ആരൊക്കെയാണ് പങ്കെടുത്തിരുന്നത് ക്യാപ്റ്റൻസി മത്സരത്തില്?
ഞാനുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച കുറെ സംഭവങ്ങൾ ഉണ്ടായിന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ അടുക്കളയിൽ എന്തോ സാധനം പോയിന്ന് ഞാൻ കേട്ടു. ഞാൻ തക്കാളി രുചി കണ്ടോ? തക്കാളി ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ഇട്ടിട്ട് കുടിച്ചു. കേട്ടതെല്ലാം കുട്ടി വേണോ? പിന്നെ എനിക്ക് എന്റെ സാധനങ്ങളൊക്കെ രാത്രി വന്ന് മോഷ്ടിച്ചതാണ്. ഇവളും എന്റെ സാധനങ്ങളൊന്ന് മോഷ്ടിച്ചു. കളിവുണ്ട്. ആദ്യം വിക്കുന്റെ സാധനങ്ങൾ പോയിട്ടെച്ചു. എന്നിട്ട് ഞാൻ അവിടെ കണക്ക് പോലും പറയണ്ടേ കട്ടിലിന്റെ അടിയിലായിട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ സാധനങ്ങളൊക്കെ ഇവരാണ് അത് ഞാൻ പറയൂല. അപ്പൊ ഈ എവിക്ഷനില് ഇവളുണ്ടാവും. പറഞ്ഞാല് എവിക്ഷന് കുറച്ച് തക്കാളി മാത്രോ? അപ്പൊ ഈ സോഫയിൽ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഈ ആഴ്ച എവിക്ഷൻ എന്തായാലും വേണം. അപ്പൊ എവിക്ഷൻ നമ്മള് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ് ചെയ്യണത്. എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് പോവാം. ബിഗ് ബോസ് എന്തിനാ വന്നിക്കണേ? ബിഗ് ബോസ് വർത്താനം പറയണല്ലോ. അല്ലാതെ പാര വെക്കാനല്ലോ. മാഹിറും മഹാസും റെഡ് റൂമിലേക്ക് പോയിക്കാണ്. സ്റ്റോറൂമിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഒരാള് പോയിട്ട് എടുത്തോണ്ടോ? ഒരാള് എന്ന് പറഞ്ഞ ഒരാള് തേങ്ങ ഒരാൾക്ക് എങ്ങനെ ഇത് പൊന്തുക? ഇതിൽ രണ്ടാളും വേണ്ടേ? കരിക്ക് ബിഗ് ബോസ് താങ്ക് യു. കരിക്ക് ഞങ്ങൾക്ക് എന്താണ് ഇവിടെ വന്നിട്ട് കിട്ടിയിട്ടില്ല. പെരിയിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എപ്പോഴും തെങ്ങുമ്പോൾ തന്നെ കയറും. അപ്പോൾ ഞങ്ങൾ ബിഗ് ബോസ് ചളിയിലെ കരിക്കാണ് ഞങ്ങൾക്ക് തന്നിക്കണേ. ശ്രദ്ധിക്കുക, ഈ വീക്കെൻഡിലെ പോയിന്റുകൾ നിങ്ങൾ ആരും കഷ്ടപ്പെട്ട് പണിപ്പുറയിൽ പോയി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പോയിന്റ്സുകളെല്ലാം ഒരു ഡെലിവറി മാൻ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നേരിട്ട് ഏൽപ്പിക്കുന്നതാണ്. ഇതാര ഡ്രസ്സകരം? എൻ്റെ പേരുണ്ടോ? എൻ്റെ പേരുണ്ടോ? പേരുണ്ടോ? അപ്പൊ ഇത് ശരിയാവില്ല കേട്ടോ. അപ്പൊ എനിക്കില്ലേ ടാസ്ക് കളിച്ചാത്ത ഇവൾക്ക് എങ്ങനെ ഇപ്പോൾ ഇത് കിട്ടിയേ? ഇപ്പോൾ തോറ്റിക്കാണല്ലോ. കഴിഞ്ഞ ടാസ്കിൽ ആരെ ഫസ്റ്റ്? ഞാൻ സെക്കൻഡ് അല്ലേ? സെക്കൻഡ് ഇവൾക്ക് സെക്കൻഡ് അല്ല അല്ലേ? സെക്കൻഡ് അനക്കല്ല. എനിക്ക് എങ്ങനെ ഇത് കിട്ടണേ? സെക്കൻഡ് അനക്കല്ല. ബിഗ് ബോസ് പറയട്ടെ. ആരാ പൊട്ടിച്ചേനെ? ആരാ പറയട്ടെ? രാവിലെ 8 മണി. എന്തിനെ? ഞാൻ തോന്നി ഞാൻ ഇക്കുനായിരുന്നു. ഇതിൻ്റെത് അതെടുത്തിട്ട്